ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പലർക്കും ഒരു സംശയം ഉണ്ടാകും. എൻ്റെ വീഡിയോയ്ക്ക് ഈ തംബ്നെയിൽ ഉപയോഗിച്ചാൽ കൂടുതൽ വ്യൂസ് കിട്ടുമോ, അല്ലെങ്കിൽ മറ്റൊരു തംബ്നെയിലാണോ നല്ലത്? എങ്കിൽ നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട്. യൂട്യൂബ് തന്നെ നിങ്ങളുടെ തംബ്നെയിൽ ടെസ്റ്റ് ചെയ്ത് ഏതാണ് കൂടുതൽ മികച്ചതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു വീഡിയോയ്ക്ക് ഒരുമിച്ച് 3 വ്യത്യസ്ത തംബ്നെയിലുകൾ അപ്ലോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഈ ഫീച്ചർ എവിടെയാണ് ലഭിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന വിൻഡോയിലെ മുകളിൽ കാണിച്ചിരിക്കുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ താഴെ തംബ്നെയിൽ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോവുക. അവിടെ A/B ടെസ്റ്റിംഗ് എന്ന ബട്ടൺ കാണാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് 3 വ്യത്യസ്ത തംബ്നെയിലുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് 3 തംബ്നെയിലുകൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഡൺ അമർത്തുക. ഈ ഫീച്ചർ പുതിയ വീഡിയോകൾക്ക് മാത്രമല്ല, നിങ്ങൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന പഴയ വീഡിയോകൾക്കും ഈ ഫീച്ചർ ഉപയോഗിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് വീഡിയോയിലാണോ ഈ ഫീച്ചർ അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ പഴയ വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോയുടെ താഴെ കാണുന്ന തംബ്നെയിൽ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. അവിടെ തംബ്നെയിൽ, നിങ്ങൾ അപ്ലോഡ് ചെയ്ത തംബ്നെയിലിന്റെ സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം A/B ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. 3 തംബ്നെയിലും അപ്ലോഡ് ചെയ്തതിനു ശേഷം വീഡിയോ പബ്ലിഷ് ചെയ്താൽ യൂട്യൂബ് ടെസ്റ്റിംഗ് ആരംഭിക്കുന്നതാണ്. ഇനി വ്യൂ ടെസ്റ്റ് റിപ്പോർട്ട് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്, ഏത് തംബ്നെയിലാണ് കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്, ടെസ്റ്റ് എത്ര സമയം കൂടി തുടരും എന്നിവയെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആവശ്യമെങ്കിൽ ടോപ്പ് ടെസ്റ്റ് എന്ന ബട്ടൺ അമർത്തിയാൽ ടെസ്റ്റ് നിർത്താനും കഴിയും. ഇനി നിങ്ങൾ നൽകിയ 3 തംബ്നെയിലുകളും തമ്മിൽ വളരെ സാമ്യമുള്ളതാണെങ്കിൽ ടെസ്റ്റ് പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കും. പക്ഷേ ഓരോ തംബ്നെയിലും വ്യത്യസ്തമാണെങ്കിൽ ടെസ്റ്റ് വളരെ വേഗം പൂർത്തിയാകും. ടെസ്റ്റ് കഴിഞ്ഞാൽ യൂട്യൂബ് 3 തരത്തിലുള്ള ഫലങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് വിന്നർ, അതായത് 3ൽ ഏറ്റവും കൂടുതൽ വാച്ച് ടൈം ലഭിച്ച തംബ്നെയിൽ ഏതാണ്, യൂട്യൂബ് ആ തംബ്നെയിലിനെയാണ് വിജയിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തത് പ്രിഫേർഡ്, ഒരു തംബ്നെയിൽ മറ്റു രണ്ടിനേക്കാൾ അല്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അതിനെ പ്രിഫേർഡ് എന്ന് കാണിക്കും. മൂന്നാമത്തത് നോ റിസൾട്ട്, 3 തംബ്നെയിലുകളിലും കാര്യമായ വ്യത്യാസമൊന്നും കണ്ടെത്താനായില്ലെങ്കിൽ നോ റിസൾട്ട് എന്ന് കാണിക്കും. ഈ സാഹചര്യത്തിൽ യൂട്യൂബ് ഒരു തംബ്നെയിലിനെ ഡീഫോൾട്ട് ആയിട്ട് തിരഞ്ഞെടുക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം തംബ്നെയിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ലംഘിക്കുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തത് വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആണെങ്കിൽ, മൂന്നാമത്തത് വീഡിയോ അഡൾട്ട് അല്ലെങ്കിൽ മെച്യൂർഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ, നാലാമത്തത് വീഡിയോ ലൈവ് സ്ട്രീം ആണെങ്കിൽ. നിങ്ങൾക്ക് ഇതുവരെ ഫീച്ചർ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവുക. അതിനുശേഷം താഴെ കാണുന്ന ഈ സെറ്റിംഗ്സിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇടതുവശത്ത് ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫീച്ചർ എലിജിബിലിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അഡ്വാൻസ്ഡ് എന്ന ഫീച്ചറിലേക്ക് പോവുക. ഇവിടെ വീഡിയോ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഫീച്ചർ ഓൺ ആവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.